أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكم دينكم ولي دين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറൂൻ്റെ 7-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതവും. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്തിലെ ദീൻ എന്ന പദത്തിന് ഭരണകൂടമെന്ന അർത്ഥം നൽകിക്കൊണ്ട് അതിനെ വിശദീകരിച്ചു വരികയായിരുന്നു. ഇസ്ലാം ഒരു ഭരണകൂടത്തിനുണ്ടായിരിക്കേണ്ട ഗുണമായി പറഞ്ഞിരിക്കുന്നത്, ഒരു ഭരണകൂടവും മറ്റൊരു കൂട്ടരെ നിന്ദ്യരായി കാണരുത് എന്നതാണ്. കൂടാതെ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ഐക്യ സംഘടന രൂപീകരിക്കുകയും ഇവർക്കിടയിലുള്ള പ്രശ്നത്തെ പരിഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. രമ്യമായി പ്രശ്നത്തെ പരിഹരിക്കുവാൻ ഒരുക്കമല്ലാത്ത രാജ്യത്തെ മറ്റുള്ളവരെല്ലാവരും ചേർന്നുകൊണ്ട് കീഴ്പ്പെടുത്തുകയും അങ്ങനെ കലഹം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തരം മഹത്തരമായ നിബന്ധനകൾ നിലനിൽക്കുകയാണെങ്കിൽ ലോകത്ത് യുദ്ധം അവസാനിക്കുന്നതാണ്, ലോകത്ത് സമാധാനം കൈവരുന്നതുമാണ്. ചുരുക്കത്തിൽ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഭരണകൂട വ്യവസ്ഥിതിയും കാഫിരീങ്ങളുടെ ഭരണകൂട വ്യവസ്ഥിതിയും തമ്മിൽ വളരെ വലിയ അന്തരമുള്ളതിനാൽ പരസ്പരം ഒന്നു ചേർന്നുകൊണ്ട് ആരാധന നിർവഹിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ദീൻ എന്ന പദത്തിൻ്റെ ആളുകളോടുള്ള പെരുമാറ്റ രീതി എന്ന അർത്ഥത്തെ പരിഗണിക്കുകയാണെങ്കിൽ, ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് മറ്റുള്ള ആളുകളോട് നന്മ പ്രവർത്തിക്കുന്നത് ഒരു ആരാധനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് ആരെങ്കിലും ഒരു ഉരുള നൽകുകയാണെങ്കിൽ അത് സദക്ക നൽകുന്നതിന് തുല്യമാണ്. ഒരു മുസ്ലിമിന് എപ്രകാരമാണ് ഇത്തരം ഇബാദത്തുകളെ അമുസ്ലിമുമായി ഒത്തുചേർന്നുകൊണ്ട് നിർവഹിക്കുവാൻ സാധിക്കുക? ഇതേ പ്രകാരം ദീൻ എന്ന പദത്തിൻ്റെ ഉപായമെന്ന അർത്ഥം അനുസരിച്ച് ഒരു മുസ്ലിം ചെയ്യുന്ന ഉപായങ്ങളെല്ലാം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനും അള്ളാഹുവിൻ്റെ ആധിപത്യം ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനും ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഉപായങ്ങളെല്ലാം ആരാധനയുടെ ഗണത്തിൽ പെടുന്നതാണ്. ഒരു വ്യക്തി തൻ്റെ സ്വന്തം കാര്യത്തിനും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപായങ്ങൾ സ്വീകരിക്കുമ്പോൾ അതും ഒരു ആരാധനയാണ്. കാരണം ഓരോ വ്യക്തിക്കും അവരുടെ സ്വന്തത്തോടും ചില കടമകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബത്തോടും കടമകളുണ്ട്, മറ്റുള്ളവരോടും കടമകളുണ്ട്. ഈ കടമകൾ നിറവേറ്റപ്പെടുന്നതിന് ചെയ്യുന്ന ഉപായങ്ങളെല്ലാം ആരാധനയുടെ ഗണത്തിൽപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളിൽ കാഫിരീങ്ങളുടെ അധ്യാപനം മറ്റൊന്നായതുകൊണ്ട് ഒരു മുസ്ലിമിന് അവരോടൊത്തു ചേർന്നുകൊണ്ട് ഇത്തരം ആരാധനകൾ നിർവഹിക്കുക അസാധ്യമാണ്. ദീൻ എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം ആരാധനാ രീതികൾ എന്നതാണ്. ഇസ്ലാമിൽ നമസ്കാരവും ഹജ്ജും നോമ്പും എല്ലാം ആരാധനാ രീതികളാണ്. ഈ എല്ലാ ഇസ്ലാമിക ആരാധനകളും യുക്തിപൂർവവും മനുഷ്യന് ഗുണദായകവുമായതാണ്. എന്നാൽ അന്യരുടെ ആരാധനാ രീതികൾ കേവലം അന്ധമായ അനുകരണവും വ്യർത്ഥമായ ആചാരങ്ങളും ആണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഈ കാര്യത്തിൽ ഐക്യപ്പെടാൻ സാധിക്കുകയില്ല. ദീൻ എന്നതിൻ്റെ മറ്റൊരർത്ഥം മതം അല്ലെങ്കിൽ ഏക സമൂഹം എന്നെല്ലാമാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലയോ മുസ്ലിങ്ങളെ, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ശരീഅത്തിനെ എല്ലാവരും ഒന്നടങ്കം മുറുകെ പിടിക്കുക. ഒരു കയ്യിൽ നിങ്ങൾ ഒരുമിക്കുക, ഒരിക്കലും ഭിന്നിക്കരുത്. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഫലം ലഭിക്കുക. തആവനൂ അലൽ ബിർരി വത്തഖ്വ
വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഐക്യം നന്മയിലായിരിക്കണം, ഒരിക്കലും തിന്മയുടെ കാര്യങ്ങളിൽ ഐക്യപ്പെടരുത്. ഒരു ഹദീസിൽ പറയുന്നു, ഉൻസുർ അഖാക ലാലിമൻ ഔ മദ്ലൂമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ നിന്റെ സഹോദരനെ സഹായിക്കേണ്ടതാണ്, അവൻ അക്രമിയാണെങ്കിലും അക്രമത്തിന് ഇരയായവനാണെങ്കിലും ശരി. ഇത് കേട്ട് സഹാബാക്കൾ ചോദിച്ചു, എങ്ങനെയാണ് അക്രമിയെ സഹായിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രമിയെ ആ അക്രമത്തിൽ നിന്നും തടഞ്ഞുകൊണ്ട് സഹായിക്കുക. ഇസ്ലാമിൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നു. എന്നാൽ കാഫിര്യങ്ങൾ അവർക്ക് ഗുണം ലഭിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരുടെ അവസ്ഥയെ പരിഗണിക്കാറില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അവരുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾക്ക് ആവുകയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ദർസുകളിൽ വിവരിക്കുന്നതായിരിക്കും. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.